നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രൊഫസർ ജോസ് പമ്പയ്ക്കൻ. ഇന്നലെ അക്ഷരാർത്ഥത്തിൽ മലയാളികൾ ഞെട്ടിത്തെരിച്ചു പോയി. രാവിലെ നമ്മുടെ മലയാള ദിനപത്രങ്ങൾ തുറന്നു നോക്കിയപ്പോൾ മലയാള മനോരമ, മാതൃഭൂമി തുടങ്ങി സർവമാന പത്രങ്ങളിലും നോട്ട് നിരോധിച്ചു, കറൻസി നോട്ടുകൾ ഫെബ്രുവരി 1 മുതൽ നിരോധിക്കുന്നുവെന്ന വാർത്ത. ഇനി ഡിജിറ്റൽ കറൻസി മാത്രമേ അനുവദിക്കൂ എന്നാണ് പത്രവാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ചില വിശദീകരണങ്ങളൊക്കെ വരുന്നു. ആ പത്രവാർത്തയുടെ ഒരു കോണിൽ മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന് ചെറുതായി കൊടുത്തിട്ടുണ്ട്. അതൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ല. പത്രങ്ങളുടെ അതേ ഫോണ്ട്, അതേ രൂപ, ഭാവാദികൾ കൃത്യമായി മലയാളികളെ ട്രാപ്പിൽപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരസ്യമായിരുന്നുവെന്ന് പിന്നീട് വിശദീകരണങ്ങൾ വന്നു. പക്ഷേ ഇപ്പോഴും ഇതൊരു പരസ്യമായിരുന്നു എന്ന് തിരിച്ചറിയാത്ത ഒട്ടനവധി ആളുകളുണ്ട്. നമ്മുടെ സാമ്പത്തിക മേഖലയെ പോലും ഇന്നലെ ഒരൊറ്റ ദിവസം ഈ വാർത്ത വല്ലാതെ ബാധിച്ചു കഴിഞ്ഞു. ജനത്തെ വിഡ്ഢികളാക്കി പത്രങ്ങൾ ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കുക, ഇത്തരം പരസ്യങ്ങൾ കൊടുക്കുക. ഇന്നലെ കറൻസി നോട്ടുകൾ വാങ്ങാൻ വലിയ വിമുഖത ആളുകൾ കാട്ടി എന്നൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ വലിയ കുറിപ്പുകളും ചർച്ചകളും ഒക്കെ കാണുന്നു. വലിയ തോതിൽ ഇന്നലെ ട്രാൻസാക്ഷന് പോലും ആളുകൾ മടിച്ചു. കാരണം കറൻസി നോട്ടുകൾ നിരോധിക്കുന്നു, ഡിജിറ്റൽ കറൻസിയിലേക്ക് വരുന്നു. എങ്ങനെയാണെന്ന് അറിയില്ല. അതിന് ദിവസങ്ങൾ മാത്രം. ഇന്നിപ്പോ 25-ാം തീയതിയായി, ഫെബ്രുവരി 1. ഇതായിരുന്നു ആ പത്രവാർത്തയുടെ രത്ന ചുരുക്കം. എന്താണ് ഈ പത്രങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്? അങ്ങയുടെ നിരീക്ഷണം എന്താണ്? എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ വളരെ ആഴത്തിൽ പഠിച്ച് വിലയിരുത്തേണ്ട ഒരു സംഭവമാണ് ഇന്നലെ നടന്നത്. എനിക്ക് തോന്നുന്നു ഇതേപ്പറ്റി ചർച്ച ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസം ഇന്നാണെന്ന് എനിക്ക് തോന്നുന്നു. 21 വർഷം മുമ്പാണ് മലയാളികളെ ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മലയാളത്തിലെ ആക്ഷേപഹാസ്യത്തിന്റെ കുലപതിയായിരുന്ന VKN മരിച്ചത്. ഇന്ന് 21-ാം ചരമവാർഷികം നമ്മൾ ആചരിക്കുകയാണ്. അപ്പോൾ VKN പത്രങ്ങളെ പറ്റി പണ്ട് നടത്തിയൊരു പ്രവചനമുണ്ട്. VKN മരിക്കുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വീട്ടിൽ കഴിയുമ്പോൾ തിരുവല്ലാമലയിലെ അദ്ദേഹത്തിന്റെ വീട്ടില് കേരളത്തിലെ പ്രമുഖനായ ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ മാതൃഭൂമിക്ക് വേണ്ടി എടുക്കാൻ വേണ്ടി ചെന്നു. മാതൃഭൂമിക്ക് ഇന്റർവ്യൂവിന് എന്ന പത്രപ്രവർത്തകന് പുറത്തു നിന്ന് ഗേറ്റിൽ തട്ടിക്കഴിഞ്ഞപ്പോൾ അകത്ത് ഒരാന്തിൽ നിന്ന് VKN വിളിച്ചു ചോദിച്ചു, ആരാണ് എന്ന് പറഞ്ഞു. ഞാൻ പത്രത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു. പത്രക്കാർക്ക് ഇവർ പ്രവേശനമില്ല, പത്രം ചത്തുപോയി എന്ന് VKN അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ രീതിയിൽ പറഞ്ഞു. ഉടനെ സമർത്ഥനായ യുവ പത്രപ്രവർത്തകൻ പറഞ്ഞു, പത്രം ചത്തുപോയാൽ പിന്നെ കച്ചവടക്കാരെങ്ങനെയാണ് സാധനം പൊതിഞ്ഞു കൊടുക്കുന്നത്, അതുകൊണ്ട് പത്രം ചാകില്ല സാറേ എന്ന് പറഞ്ഞു. നീ മിടുക്കനാടാ, കയറി വാടാ എന്ന് VKN പറഞ്ഞു. ഇന്ന് അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. പത്രത്തിന്റെ പത്രത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് ഇന്ന് കടയിൽ സാധനം പൊതിഞ്ഞ് കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് കേരളത്തിലെ മലയാള പത്രങ്ങൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ 1 വർഷമായിട്ട്, അല്ലെ 1-2 വർഷമായിട്ട് പത്രങ്ങളുടെ സർക്കുലേഷൻ വർദ്ധിച്ചതിനെ പറ്റിയുള്ള വൻ വാർത്തകളൊന്നും എങ്ങ് കാണുന്നില്ല. വലിയ ക്ലെയിമുകളാണ് നമ്മൾ എല്ലാ വർഷവും കണ്ടുകൊണ്ടിരുന്നത്. ഓരോ പത്രവും മത്സരിച്ച് ഞങ്ങൾ ഇത്ര ശതമാനം വർദ്ധിച്ചു, ഞങ്ങളുടെ സർക്കുലേഷൻ 20 ലക്ഷമായി, 25 ലക്ഷമായി, കോപ്പികൾ വായിക്കുന്നവരുടെ എണ്ണം എന്ന് പറഞ്ഞു വന്നു. ഇപ്പൊ നമ്മൾ ആ ഒരു പരസ്യം എങ്ങും കാണുന്നില്ല. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പത്രം ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ല ലോകമെമ്പാടും പ്രിന്റ് മീഡിയ വൻ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ പ്രതിസന്ധി ഏതാണ്ട് അല്ലെങ്കിൽ ആ പത്രങ്ങളുടെ നിലനിൽപ്പിന്റെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പരസ്യമാണ് ഇന്നലെ വന്നത്. അതാണ് അതേ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മുടെ പത്രങ്ങൾ ഒരിക്കലും ചെയ്യരുതാത്ത ഒരു കാര്യമാണ് ഇന്നലെ ചെയ്തത്. അത് സെൽഫ് ഡിഫീറ്റിംഗ് ആണെന്നുള്ളതാണ്. പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായ ഒരു തൽക്കാലം കുറെ പണം കിട്ടുന്നതിന് വേണ്ടി വളരെ ആത്മഹത്യാപരമായി ചിന്തിക്കാതെ ചെയ്ത ഒരു നടപടിയാണെന്നാണ് ഞാൻ കരുതുന്നത്. ചാകാൻ കിടന്ന പത്രങ്ങളുടെ കഴുത്ത് ഞെരിച്ച് ഇന്നലെ ജെയിൻ യൂണിവേഴ്സിറ്റി ഒരു വികൃത ഭാവം കൈവരിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ബോബി ചെമ്മണ്ണൂരിനൊക്കെ അയാൾ കാട്ടുന്ന കോപ്രായങ്ങളുടെ പേരിൽ ആക്ഷേപിക്കുന്ന കേരളം ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായ ജെയിൻ യൂണിവേഴ്സിറ്റി നടത്തി കോമാളിത്തരത്തിന് കൈയടിക്കുമോ അതോ ആളുകൾ പരിഹസിച്ചു തള്ളുമോ? എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം? അല്ല, കുറച്ച് ആളുകൾ അത് കൈയടിക്കും. ഇപ്പൊ നമ്മൾ 24 മണിക്കൂർ കഴിഞ്ഞു ഈ വാർത്ത വന്നു കഴിഞ്ഞിട്ട്. ഞാൻ രാവിലെ നടക്കാൻ പോയതിന് വന്നതിന് ശേഷം പത്രം എടുത്തു. പക്ഷെ എനിക്കറിഞ്ഞൂടാ, നമ്മുടെ പരിണിതപ്രജ്ഞരായ പല പത്രപ്രവർത്തകരും പോലും ഈ വാർത്ത വായിച്ചിട്ട്, ഞാൻ കേരളത്തിലെ വളരെ സീനിയർ ആയിട്ടുള്ള 1-2 പത്രപ്രവർത്തകരുമായിട്ടുള്ള ഇന്നലെ സംഭാഷണം കണ്ടു. അതിനകത്ത് അവർ പറഞ്ഞ അവർ 1 മണിക്കൂറൊക്കെ ഇത് വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും ഞാനൊരു പത്രം എടുത്ത് വായിച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇത് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരിടത്തും അഡ്വർട്ടോറിയൽ എന്ന് കൊടുക്കുന്നില്ല. എന്താണ് ഇത് ഇത് പരസ്യമാണെന്ന് തോന്നി. പക്ഷെ ഇത് പരസ്യമായിട്ട് ഒരിടത്തും കൊടുത്തിട്ടില്ല.
പിന്നെ തപ്പി നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ആ പത്രത്തിന്റെ ഒരു മൂലയിൽ മുകളിൽ കൊടുത്തിരിക്കുന്നത് പരസ്യമാണെന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഏതാണ്ട് എല്ലാ ആളുകളും അത് വിശ്വസിച്ചു എന്നുള്ളതാണ് വാസ്തവം. വളരെ പരിചയമുള്ള പത്രപ്രവർത്തകർ പോലും വിശ്വസിക്കണമെങ്കിൽ, മീഡിയ രംഗത്തെ മഹാന്മാരായിട്ട് സ്വയം അവതരിപ്പിച്ചു വരുന്ന ആളുകൾ പോലും അത് അതേപറ്റിയുള്ള വിശകലനം പോലും നടത്തുന്നത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ആ മാധ്യമ മേഖലയിലുള്ളവരെ പോലും തെറ്റിദ്ധരിപ്പിക്കുവാൻ ഒരു പരസ്യത്തിന് കഴിഞ്ഞുവെങ്കിൽ സാധാരണക്കാരായ ആളുകളുടെ മേൽ അതുകൊണ്ട് ആളുകളെ എത്രമാത്രം അത് സ്വാധീനിച്ചു എന്നുള്ളതൊന്ന്. ഇന്നലത്തെ ഈ പത്രത്തിന്റെ ഈ പരസ്യത്തിന് അല്ലെങ്കിൽ ഈ വാർത്തയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി. മറ്റു വാർത്തകളിലേക്ക് ആളുകളുടെ കണ്ണു പോയില്ല, കാരണം അതൊക്കെ ഒരു കൗതുക വാർത്തകൾ പോലെ നിൽക്കുന്നു. അപ്പൊ തങ്ങളെ നേരിട്ട് ബാധിക്കുന്ന നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി, അതിന്റെ മുഴുവൻ സ്ക്രിപ്റ്റ് വായിച്ചാൽ ഇപ്പോൾ റിസർവ് ബാങ്കിന്റെ ഗവർണറുടെ പേരൊന്നും സാധാരണക്കാരുടെ മനസ്സിലില്ല. അപ്പോൾ പൂർണ്ണമായി ഈ വാർത്ത വിശ്വസിക്കുകയും ഇതിനെ തുടർന്ന് അവരുടെ ചർച്ചകളും ചിന്തകളും മറ്റൊരു തലത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അതിന് ഈ വായനക്കാരെ കുറ്റം പറയുക അല്ലെങ്കിൽ അവരുടെ അറിവുകേടാണ് ഈ പരസ്യത്തിന്റെ ഒരു സ്വഭാവം മനസ്സിലാക്കാതെ പോയത് എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അല്ല, ഇതിനകത്ത് കൗതുക വാർത്തകൾക്കൊക്കെ ആരും പ്രാധാന്യം നൽകുന്നില്ല. ഒന്ന്, അതിനകത്തെ ആളുകളെ ആകെ ബാധിച്ചത് സാധാരണ ആളുകളെ സംബന്ധിച്ച് ഒരു 90% ആളുകളെയും ആകെ സ്വാധീനിച്ച ഒരു വാർത്ത എന്ന് പറയുന്ന നോട്ട് നിരോധനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു എന്നുള്ള ഒരു കാര്യം, അത് എന്തുകൊണ്ട് ഭാഗ്യത്തിന് തിരിച്ചറിയുന്നു. പക്ഷെ രാവിലെ 9:15 ഞാൻ സ്വയമാൻ അറിയാവുന്ന പോലെ എനിക്കൊരു വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ രാവിലെ 9 മണിക്ക് ഓഫീസിൽ വരുന്നു. 9:15 എനിക്ക് പാലയിൽ നിന്നൊരു ഫോൺ വരുന്നു. ഒരു വിദേശ മലയാളിയുടെ, അമേരിക്കയിൽ നിന്ന് വന്ന ഒരു വിദേശ മലയാളിയുടെ ഫോൺ വരുന്നു. അദ്ദേഹം ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇന്ത്യയിൽ ചില വ്യവസായങ്ങളിൽ വലിയ നിക്ഷേപം നടത്തുന്നയാളാണ്. അദ്ദേഹം എന്നെ പെട്ടെന്ന് വിളിച്ച് പറയുന്നു, ഇന്ന് മാർക്കറ്റ് ക്രാഷ് ചെയ്യുമില്ല എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ മാർക്കറ്റ് 9:15 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പൊ ഞാൻ എന്റെ മുന്നിലുള്ള ടാബിൽ നോക്കി, ടി വി ഇരിപ്പുണ്ട്, ടാബിൽ നോക്കി. ഇല്ല, ഞാൻ പറഞ്ഞ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് കുറച്ച് അപ്പായിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ഇന്ന് ക്രാഷ് ചെയ്തും കണ്ടോളും, നോട്ട് നിരോധനമല്ലേ വന്നിരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് നോട്ട് എന്ത് ചെയ്യാനൊക്കും? അപ്പൊ ഇയാൾക്ക് 70 വയസ്സിന് മുകളിലുണ്ട്. എന്നെ പോലെയുള്ള ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ആളുകൾ ഇനി എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് ഉറപ്പായിട്ട് മാർക്കറ്റ് ക്രാഷ് ചെയ്യും, ഇന്ത്യൻ ഇക്കോണമി തൽക്കാലത്തേക്ക് ക്രാഷ് ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പത്രക്കാരുടെ തട്ടിപ്പല്ല, ഈ പരസ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നിയില്ല. ഇത് പത്രത്തിലെല്ലാം ഉണ്ടല്ലോ, അങ്ങനെ പത്രത്തിലെല്ലാം ഫ്രണ്ട് വാർത്ത അതാ കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് ക്ലിക്ക്. ഞാൻ പറഞ്ഞത് പത്രക്കാരുടെ തട്ടിപ്പല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് ഇത് എത്രമാത്രം ആളുകളെ ബാധിച്ചു. ഞാൻ കരുതിയത് ആളുകൾ തിരിച്ചറിഞ്ഞു എന്ന് കരുതി. അപ്പൊ സാധാരണ ആളുകൾ ഇത് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് ബോധ്യമാകുന്നത്. പിന്നീട് ആണ് മറ്റുള്ള സംഭാഷണങ്ങളിലാണ് ഇത് മനസ്സിലാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരെയും അത് ബാധിച്ചിട്ടുണ്ട്, ഈ ഒരു തട്ടിപ്പ് എന്നുള്ളത്. ഇന്നലെ രാത്രി വൈകി എനിക്ക് ദുബൈയിൽ നിന്നൊരു കോൾ വന്നിരുന്നു. ഇങ്ങനെ നോട്ടൊക്കെ അവിടെ നിരോധിച്ചു അല്ലേ, ഇനിയിപ്പോൾ നോട്ടുകൾ ഇരിക്കുന്നത് എന്ത് ചെയ്യുമെന്ന്. രാത്രി വളരെ വൈകി, ഒരു 9:30-10 മണിക്ക്. അപ്പോൾ ആളുകൾ ഇത് പരസ്യമാണെന്ന് ഇതിനകം തന്നെ മനസ്സിലാക്കിയെന്നൊന്നും നമുക്ക് വിശ്വസിക്കുക വയ്യ. അല്ല, ഞാൻ ഇന്നലെ ആ പത്രം വായിച്ചു കഴിഞ്ഞത് ഞാൻ വീട്ടിൽ തന്നെ വൈഫിനോട് പറഞ്ഞു. ഞാൻ കുറെ കാലമായിട്ട് മലയാള പത്രങ്ങൾ അങ്ങനെ വരുത്തുന്നില്ലായിരുന്നു, വീണ്ടും രണ്ടാമത് ഇപ്പം വരുത്താൻ തുടങ്ങിയതാണ്. ഇത് ഇതിന്റെ ഒരു ഉപയോഗത്തെ പറ്റി എനിക്കുള്ള ധാരണയുണ്ടായിരുന്നുകൊണ്ട് സമയം കളയണ്ട എന്നിട്ട് ഇത് വരുത്താതിരുന്നു. എന്നിട്ട് 1 മാസത്തിൽ താഴെയേ ഉള്ളൂ ഞാൻ രണ്ടാമത് മലയാളം പത്രം വരുത്താൻ തുടങ്ങിയത്, മറ്റേ കാരണം കൊണ്ട് വരുത്താൻ തുടങ്ങി. അപ്പൊ ഞാൻ വന്നത് ഇതുകൊണ്ട് വലിയൊരു തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഭാര്യ വെളിയിൽ നിന്ന് വന്നതേ ഞാൻ പറഞ്ഞത് വലിയൊരു തട്ടിപ്പ് കണ്ടോ എന്ന് പറഞ്ഞ് ഭാര്യ ഇത് കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, നമ്മുടെ കാശ് കൊടുത്ത് തട്ടിപ്പിനെ നമ്മൾ എന്തിനാണ് വിധേയമാകേണ്ടത്? അപ്പൊ ഭാര്യ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പത്രം രണ്ടാമത് വരുത്താനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി ഏതായാലും ഇത് വേണ്ട. അപ്പൊ ഭാര്യ പറഞ്ഞു, ഇനി വൈകിട്ടായി കഴിയുമ്പോൾ എന്നോട് പറഞ്ഞു, ഇനി വേണ്ട കേട്ടോ, നമുക്ക് നാളെ വിളിച്ച് പറഞ്ഞേക്കാം പത്രം ഇടണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കരുതി ഞാൻ അങ്ങനെ ചിന്തിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ തിരുവനന്തപുരത്ത് പത്രപ്രവർത്തനവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ പോലും തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നിന്ന് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ജേർണലിസ്റ്റ് ചെയ്ത ആളാണ്. വളരെ കൊച്ചുനാൾ മുതൽ ദൃഢമായിട്ട് പത്രം വായിക്കുന്ന ആളാണ്. ഒരു 4-5 പത്രം വരുത്തിക്കൊണ്ടിരുന്ന അടുത്ത കാലത്ത് ഒരു 3-4 വർഷം കൊണ്ടാണ് ഓരോന്നോരോന്ന് നിർത്തി ഇപ്പൊ ഒരു പത്രത്തിലേക്ക് 1-2 പത്രത്തിലേക്കായിട്ട് മാറിയത്. ഇതിനകത്തൊരു വലിയൊരു ധാർമ്മികതയുടെ എന്നല്ല, ഒരു നമ്മൾ പുതിയ സ്വീകരിച്ചു വന്നൊരു നിലപാടുകൾ പോലും ഉണ്ട്. ദേശീയ തലത്തിൽ പോലുള്ള പത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരു പത്രം എന്ന് പറയുന്ന ബിസിനസ് സ്റ്റാൻഡേർഡ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ വായിക്കുന്ന ഒരു പത്രം. ആ പത്രം എല്ലാ ആഴ്ചയിലും 1-2 ദിവസം 4-5-6 പേജുള്ള പരസ്യം കാണും, പ്രത്യേക പേജുകൾ. അത് ഏറ്റവും വലുപ്പത്തിൽ അവർ അഡ്വർട്ടോറിയൽ എന്ന് എഴുതുക മാത്രമല്ല, അതിന്റെ താഴെ അവർ എഴുതിയിരിക്കും, ഈ പേജുകളിൽ പറയുന്ന മാറ്റർ പ്രിപ്പയർ ചെയ്യുന്നതിലോ ഞങ്ങളോ ബിസിനസ് സ്റ്റാൻഡേർഡോ ഇവിടുത്തെ പത്രപ്രവർത്തകരോ ആരും ഉൾപ്പെട്ടിട്ടില്ല. ഇതൊരു പരസ്യമാണ്, ആ പരസ്യം എന്ന നിലയിൽ നിങ്ങൾ കാണേണ്ടതാണ് എന്ന് ഏറ്റവും ടോപ്പിൽ അടിച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് ഈ പത്രം വരുന്നത്. മറ്റൊന്ന്,
അവരുടെയൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു ധാർമ്മികതയുണ്ട്. കോടക് മഹീന്ദ്ര ഗ്രൂപ്പാണ്, ഉദയ് കോടക്കാണ് ഇപ്പൊ അതിന്റെ ഒരു ഫൈനാൻസിയർ. മറ്റ് പഴയ കൽക്കട്ടയിലെ വളരെ പ്രധാനമായ ഒരു പത്ര ഗ്രൂപ്പിൽ നിന്ന് വന്ന പത്രമാണ്. അവർക്ക് വലിയ ക്രൈസിസിനെ നേരിട്ട് കഴിഞ്ഞപ്പോൾ ഉദയ് കോടക്കാണ് രക്ഷകനായി എത്തിയത്. ഉദയ് കോടക്കാണ് അതിന് പ്രധാനമായിട്ട് ഫണ്ട് ചെയ്തിരിക്കുന്നത്. കോടക് ഗ്രൂപ്പിനെ പറ്റി, കോടക് ബാങ്കിനെ പറ്റി, കോടക് സെക്യൂരിറ്റീസിനെ പറ്റി, അല്ലെങ്കിൽ കോടക് മഹീന്ദ്ര ബാങ്കിനെ പറ്റി ഏതെങ്കിലും വാർത്ത വന്നു കഴിഞ്ഞാൽ അതിന് താഴെ പോസ്റ്റ് സ്ക്രിപ്റ്റ് ആയിട്ട് എല്ലാ പ്രാവശ്യവും അവർ കൊടുക്കാറുണ്ട്. ഈ പത്രത്തെ പ്രധാനമായും ഫണ്ട് ചെയ്തിരിക്കുന്ന ഉദയ് കോടക്കാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ വാർത്ത വായിക്കണമെന്ന്. അത്ര വലിയ ധാർമ്മികത പാലിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് പത്രപ്രവർത്തന രംഗത്ത്. അത് എന്താണത് നമ്മുടെ പത്രപ്രവർത്തകർ അത് കാണാത്തത് എന്നുള്ളതാണ്. ഈ പത്രങ്ങൾ കബളിപ്പിച്ച് ഇത്തരം പരസ്യങ്ങൾ നൽകുന്ന അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് എന്ന വാദത്തോട് അങ്ങേക്ക് യോജിക്കാൻ കഴിയുമോ? ഇല്ല, നിലനിൽപ്പിന് വേണ്ടിയാണോ എന്നുള്ള വാദം വളരെ ശക്തമായി ഉയർന്നു കേട്ടു ഈ 2 ദിവസങ്ങൾ ഇതിനെ തുടർന്നുള്ള ചർച്ചകളിൽ. എനിക്ക് ഇത്രമാത്രം ദീർഘവീക്ഷണം ഇല്ലാതെ ആളുകൾ കാര്യത്തെ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഇത് നിലനിൽപ്പിനെ സഹായിക്കുമെന്നുള്ളതല്ല, നേരെ മറിച്ച് ഇത് ഇല്ലാതാക്കി വരും. ശരിക്കും ഇന്നലത്തെ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ആ പരസ്യം മലയാള പ്രിന്റ് മീഡിയയെ സംബന്ധിച്ച്, മലയാളത്തിലെ പത്രമേഖലയെ, വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം മരണമണിയായിട്ട് നമ്മൾ കണക്ക് കൂട്ടിയാൽ മതി. തീർച്ചയായിട്ടും പത്രങ്ങളുടെ വിശ്വാസ്യത ഒരു ഭാഗത്ത് തകർന്നു. ഇപ്പൊ ഇന്നലെ രാത്രി ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടർ പറയുന്നത് കേട്ടു, കേരളത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഞങ്ങൾ നേടി, ഞങ്ങൾ കാശ് കൊടുത്തിട്ടാണ് പരസ്യം ചെയ്തത്. അല്ല, ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് നേരത്തെ ഒരു വിശ്വാസ്യതയും ഇല്ലായിരുന്നു. അവരുടെ പേരിൽ നിരവധി ആക്ഷേപങ്ങൾ ഇവിടെ ഉയർന്നു. അല്ല, അതാ സംഭവിച്ചത് ഞാൻ പറയുന്നത്. അപ്പൊ ജെയിൻ യൂണിവേഴ്സിറ്റി ഭയങ്കര ഫണ്ണി ആർഗ്യുമെന്റ് ആണ്. തട്ടിക്കൂട്ട് സ്ഥാപനമാണ്. അല്ല, ജെയിൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്, അത് നമ്മൾ അത്രയും പോട്ട് അതേപ്പറ്റി എനിക്ക് വ്യക്തമായ ഒരു ധാരണയുള്ള ആളാണ്. ജെയിൻ യൂണിവേഴ്സിറ്റി എന്താണ്? ജെയിൻ യൂണിവേഴ്സിറ്റി അല്ല, 100 വർഷത്തിലേറെ ആയിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന തിരുവിതാംകൂർ കേരള യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികൾ അഫിലിയേറ്റ് ചെയ്തതും എയ്ഡഡ് കോളേജുകളും ഗവൺമെന്റ് കോളേജുകളും ഉൾപ്പെടെയുള്ളവ നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്യുന്ന ഒരവസരത്തിലാണ്. പല കോളേജുകളിലും, ഏതാണ്ട് കേരളത്തിലെ എല്ലാ കോളേജുകളിലും സർക്കാർ ശമ്പളം കൊടുക്കുന്ന കേരളത്തിലെ മിക്കവാറും കോളേജുകളിൽ പകുതിയിലേറെ സീറ്റുകൾ ഇന്ന് വേക്കന്റ് ആണ്. അധ്യാപകര് ജോലി നഷ്ടപ്പെടുകയോ എന്ന ഭീഷണിയിലാണ് പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ അതിനോട് തട്ടിക്കൂട്ടി യൂണിവേഴ്സിറ്റി കോടികൾ മുടക്കി പരസ്യം നടത്തി വിശ്വാസ്യത നേടാമെന്ന് ധരിച്ചത് നേരെ തിരിച്ചത് ബൂമറാങ് ചെയ്യും. ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമില്ല. ഇത് പത്രങ്ങളുടെ വിശ്വാസ്യത തകർത്തു. ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് വിശ്വാസ്യത ഇല്ല, ഉള്ള വിശ്വാസ്യതയും തകർത്തു. അപ്പൊ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ MD ഇന്ന് ആഹ്ലാദത്തോടു കൂടി TV വന്ന് പറയുന്നത് കേട്ടു, ഞങ്ങൾ ഉദ്ദേശിച്ചത് ഞങ്ങൾ നേടി. കേരളത്തിൽ ജെയിൻ യൂണിവേഴ്സിറ്റി എന്ന പേര് അറിഞ്ഞുകൂടാത്തവരാരുമില്ല എന്നാണ് പറയുന്നത്. ഗോപി ചെമ്മണ്ണൂർ എന്നുള്ള പേര് അറിയില്ലാത്ത ആരുമില്ല എന്ന് പറയുന്നതല്ല, ദിലീപ് എന്നുള്ള പേര് അറിഞ്ഞുകൂടാത്ത ആരുമില്ല. ഇങ്ങനെ പല ആളുകളെ നമ്മുടെ സിനിമാ നടൻ കഴിഞ്ഞ ദിവസം ആരാണ്, നമ്മുടെ എറണാകുളത്ത്, അദ്ദേഹത്തെ TV കൂടെ കാണാത്ത ആരുമില്ല. അപ്പം നഗ്നതാ പ്രദർശനം നടത്തി അദ്ദേഹത്തിന്റെ അടുത്തുള്ള ഫ്ലാറ്റുകാരൊക്കെ ഒഴിഞ്ഞു പോകുന്നു. വിനായകൻ. അപ്പൊ വിനായകനെ കേരളത്തിൽ അറിയാത്ത ആരുമില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ജെയിൻ യൂണിവേഴ്സിറ്റി അറിയാത്ത ആരുമില്ല എന്ന് പറയുന്നത്. തുണിയൊക്കെ പറിച്ച് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ മയക്കുമരുന്ന് അടിച്ച് ഒരു ആവാസ നൃത്തം നടത്തിയാൽ തീർച്ചയായിട്ടും പത്രങ്ങളിൽ വലിയ വാർത്ത വരും, എല്ലാവരും അറിയും. ഏത് കുരങ്ങുകളെയും കാണാൻ ആളുകൾ ഓടിക്കൂടും. അതുകൊണ്ട് അതൊരു വലിയ മഹത്താണ് എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു സന്ദേശമാണ് അത് നൽകുന്നത്. അതാണ് അതിനകത്തെ ഒരു പ്രശ്നം. ഇപ്പൊ കേരളത്തിലെ പ്രമുഖ MG രാധാകൃഷ്ണൻ ഇപ്പോൾ ഇന്ന് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. MG രാധാകൃഷ്ണൻ തീർച്ചയായും ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചില പത്രപ്രവർത്തകർ പോലും ഇത് ന്യായീകരിക്കുന്നത് കണ്ടു. പക്ഷെ ആർജവത്വമുള്ള ഒരു പത്രപ്രവർത്തകനും ഇത് ന്യായീകരിക്കുവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ മാധ്യമ പ്രവർത്തനത്തെ തീർത്തും ഒരു വ്യഭിചരിക്കുന്ന അല്ലെങ്കിൽ ഒരു മയക്കുമരുന്ന് വിൽക്കുന്നതിന് തുല്യമായ ഏറ്റവും മ്ലേച്ഛമായ തലത്തിൽ ഇതിനെ തള്ളിക്കളയണം. അല്ല, ഇന്നലെ ഒരു TV ചാനലില് ഇരുന്ന് ഒരു പത്രപ്രവർത്തകനായിരുന്നയാള്, വലിയ പ്രായമായ ആളൊന്നുമല്ല, യങ്ങായിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ പറയുന്നു, ഇതിന്റെ പിന്നിലുള്ള ഒരു വളരെ ശക്തമായി ന്യായീകരിച്ചുകൊണ്ട് പറയുന്നു, ആയിരക്കണക്കിന് തൊഴിലാളികളുടെ പ്രശ്നമാണ്, പത്രപ്രവർത്തകരുടെ പ്രവർത്തനമാണ്. 5-6 മാസമായിട്ട് പല പത്രങ്ങളും ഇവിടെ ശമ്പളം പോലും കൊടുക്കത്തില്ലാത്ത അവസ്ഥയാണ്. ഇവരുടെ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യം കിട്ടിയത് കൊണ്ടാണ് കഴിഞ്ഞ 2 ആഴ്ചത്തേക്കെങ്കിലും അരി വാങ്ങിക്കാനുള്ള ശമ്പളമെങ്കിലും കൊടുക്കുവാൻ പല പത്രങ്ങൾക്കും കഴിയും എന്നൊക്കെയാണ് പറയുന്ന ന്യായീകരണം. അങ്ങനെ അതാണ് നമ്മുടെ ഒരു ജസ്റ്റിഫിക്കേഷൻ എങ്കിൽ, അതാണ് നമ്മുടെ ഒരു ന്യായീകരണമെങ്കിൽ, അത് നമ്മൾ ഈ വിചാരത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്.
അതുപോലെ തന്നെ നമ്മൾ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവന്റെ വീട്ടിലും ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ട്. അവിടെയും വിശപ്പിന്റെ പ്രശ്നം ഉണ്ടാവാം. വലിയൊരു ലോകമുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. കള്ളവാറ്റ് നടത്തുന്നവനും കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, അവനൊരു കുടുംബമുണ്ട്, അവിടെയും ജീവിക്കേണ്ടതുണ്ട്. അപ്പൊ ഏത് കൊള്ളരുതായ്മയെയും ഏത് അധാർമികതയെയും ഇങ്ങനെ ന്യായീകരിക്കുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. ഇത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. അതിനൊക്കെ അപ്പുറം ഈ പത്രങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നു. റിപ്പോർട്ടർ ചാനലിന്റെ ഡോക്ടർ അരുൺകുമാർ പോലും ജനങ്ങളുടെ മുന്നിൽ ഇളിപ്പ്യനായി പോയി. ഈ വാർത്തകളൊക്കെ സത്യമാണെന്ന് കൊണ്ട് രാവിലെ പ്രഭാത പരിപാടിക്കിടെ ഇതൊക്കെ വിശദീകരിച്ച് ഇളിപ്പിക്കുകയാണ്. അതാണ് കേരളത്തിലെ ഏറ്റവും മിടുക്കനായ പത്രപ്രവർത്തകനായിട്ട് മാധ്യമ പ്രവർത്തകനായിട്ട് സ്വയം പറയുന്ന ആളാണ്, അവതരിക്കുന്ന ആളാണ് അരുൺകുമാർ. ഈ അരുൺകുമാർ, ഡോക്ടർ അരുൺകുമാർ, അദ്ദേഹത്തെ എനിക്ക് വളരെയേറെ അപമാനം തോന്നുന്നു. ഞാൻ കേരള യൂണിവേഴ്സിറ്റി പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. കേരള യൂണിവേഴ്സിറ്റി പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ പിൻവാതിലൂടെയും മുൻവാതിലൂടെയും ഒക്കെ പ്രവേശിച്ച ഒരാളാണ് അരുൺകുമാർ, ഡോക്ടർ അരുൺകുമാർ. ഈ അരുൺകുമാറിന് വേണ്ടി കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം മുഴുവൻ എന്ത് ത്യാഗം സഹിച്ചു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി അതിന്റെ കടപ്പാടൊക്കെ അദ്ദേഹം കാണിക്കുന്നുണ്ട്. പത്രപ്രവർത്തകൻ എന്തൊക്കെ ആയിരിക്കരുത് എന്നുള്ളതിന് നമ്മളൊരു ഉദാഹരണം കാണണമെങ്കിൽ അരുൺകുമാറിനെ മാത്രം എടുത്തു കാണിച്ചു കഴിഞ്ഞാൽ മതി. ആ അരുൺകുമാർ പടുകുഴിയിൽ വീഴുന്നതാണ് ഇന്നലെ നമ്മൾ രാവിലെ കാണുന്നത്. ആ പടുകുഴിയിൽ നിന്ന് അദ്ദേഹത്തിന് മാത്രമേ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുന്നു. സാധാരണ വേണ്ടത്ര ആലോചന ഇല്ലാതെ ജനങ്ങളുടെ മുന്നിൽ ഇത്തരം വാർത്തകൾ വിളമ്പുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഏത് വാർത്തയും നമ്മൾ കൂടുതൽ ഒരു അവധാനതയോടെ കാണണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അല്ല, ഇപ്പൊ നമ്മള് ഈ ടൂറിസത്തെ പറ്റി പണ്ട് ബാബു പോള് ടൂറിസം ഡയറക്ടർ ആയിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ കാലത്താണല്ലോ അദ്ദേഹത്തിന്റെ കാലത്താണല്ലോ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളതൊക്കെ കോയിൻ ചെയ്യപ്പെടുകയും, അദ്ദേഹമല്ല പക്ഷെ അതാണ് അദ്ദേഹം ടൂറിസം ഡയറക്ടർ ആയിരിക്കുന്ന കാലത്താണ് അത് കോയിൻ ചെയ്യപ്പെടുകയും വ്യാപകമായിട്ട് നമ്മളത് മാർക്കറ്റ് ചെയ്യുകയും ചെയ്തത്. ഒരിക്കലും അദ്ദേഹമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ് ഞാൻ ഓർമ്മിക്കുന്നു, അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് ഏറ്റവും പെരിഷബിൾ ആയിട്ടുള്ള ഒരു കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഹോട്ടൽ റൂംസ് ആണ്. ഇന്നത് കൊടുത്തില്ലെങ്കിൽ നാളെ ഒരു പൈസയും കിട്ടില്ല. 5000 രൂപയ്ക്കുള്ള മസ്കറ്റ് ഹോട്ടലിലെ ഒരു റൂമിന് 10,000 രൂപയുണ്ട്. ഇന്നാള് താമസിച്ചില്ലെങ്കിൽ നാളെ അതുകൊണ്ട് ഒരു പൈസയും കിട്ടുന്നില്ല. അന്ന് തന്നെ അത് കൊടുത്തില്ലെങ്കിൽ, വാർത്തകളും അങ്ങനെയാണ്. വാർത്തകൾ അതിന്റെ സമയത്ത് തന്നെ കൊടുത്തില്ലെങ്കിൽ ആ വാർത്തയ്ക്ക് യാതൊരു വാല്യൂ ഇല്ല, മൂല്യവും ഇല്ല എന്നുള്ളത് ശരിയാണ്. സ്വാഭാവികമായിട്ടും വാർത്താ മേഖലയിൽ അത് പ്രിന്റ് മീഡിയ, അതുപോലെ ടെലിവിഷൻ മീഡിയ വന്നു, പുതിയ നവീനമായിട്ടുള്ള മറ്റു മീഡിയാസ് വന്നു, സോഷ്യൽ മീഡിയാസ് വന്നു, ഇതെല്ലാം കൂടെ വന്ന് വലിയൊരു കോമ്പറ്റീഷൻ ഉണ്ട്, നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുള്ളപ്പോൾ ആ പ്രശ്നത്തെ നേരിടേണ്ടത് അതിന്റെ കാര്യക്ഷമത കൊണ്ടും വിശ്വാസ്യത കൊണ്ടുമാണ് നേരിടേണ്ടത്. അല്ലാതെ ഗിമ്മിക്സ് കൊണ്ട് നേരിടാൻ പറ്റില്ല. ഗിമ്മിക്സ് കൊണ്ടുള്ള ഗിമ്മിക്സ് കൊണ്ട് മാർക്കറ്റ് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു വിജയം മാത്രമാണ്. ഇപ്പൊ നമ്മളൊരു സെന്റൻസ്, നമ്മൾ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വളരെ വ്യാപകമായി കോട്ട് ചെയ്യുന്ന ഒരു പഴഞ്ചൊല്ലാണ് നാണം കെട്ടും പണം നേടിയാൽ ആ പണം ആ നാണക്കേട് മാറ്റിക്കൊള്ളുമെന്നും. അതൊരു തെറ്റായ കാഴ്ചപ്പാടാണ്. രണ്ടാമത്, നാണം കെട്ടും പണം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നാണം കെട്ടുണ്ടാക്കിയ പണമൊക്കെ കയ്യിൽ നിന്ന് പോകും, പക്ഷെ നാണക്കേട് മരിച്ചു കഴിഞ്ഞാൽ പോലും തലമുറകൾക്ക് നിലനിൽക്കും. ഇന്നലെ മനോരമയ്ക്കും മാതൃഭൂമിക്കും ഒക്കെ പറ്റിയത് നാണം കെട്ട് പണം ഉണ്ടാക്കി. ആ പണം തീർച്ചയായിട്ടും ഞാനിവിടെ വെച്ച് സോയ്മാനോട് പറയുന്നു, സോയ്മാൻ വെരിഫൈ ചെയ്യാൻ കഴിയുമെങ്കിൽ നോക്കിക്കൊള്ളൂ. അടുത്ത ഫെബ്രുവരി 1-ാം തീയതിക്ക് ശേഷം മാതൃഭൂമിയുടെയും മനോരമയുടെയും ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രമുഖമായ പത്രങ്ങളുടെ സർക്കുലേഷൻ കുറയുകയോ ഇല്ലയോ എന്ന് ഞാൻ പ്രവചിക്കുന്നു. തീർച്ചയായിട്ടും സർക്കുലേഷൻ കുറഞ്ഞിരിക്കും. അപ്പൊ ഈ കിട്ടിയ ലാഭമൊക്കെ പോകാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ദിവസം ഉണ്ടാക്കിയ എല്ലാവരും കൂടെ ഒരു 1-2 കോടി രൂപ ഉണ്ടാക്കി കാണും. 2 വർഷം മുമ്പ് ഇതേപോലെ തന്നെ മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ ഒരു ഫുൾ പേജ് ഫ്രണ്ട് പരസ്യം, ഞാനത് ആ പരസ്യം കണ്ടപ്പോൾ തന്നെ ഒരു കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് വിഭാഗത്തിൻ്റെതാണ്. അവർക്ക് എല്ലായിടത്തും ഷോറൂമുകളുണ്ട്. അപ്പോൾ ഈ പരസ്യം കണ്ടപ്പോൾ തന്നെ ഒരു പന്തികേട്. കാരണം ആദ്യത്തെ പരസ്യം എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ, വലിയ 53 ഇഞ്ചസ് ടെലിവിഷൻ 70% ഡിസ്കൗണ്ട്, പിന്നെ 60%, 50%, കുറേയേറെ ടെലിവിഷന്, വാഷിംഗ് മെഷീൻ എല്ലാത്തിന്റെയും ഫോട്ടോ മാത്രം. ഇതിന്റെ ഒന്നും കമ്പനി പേരില്ല, പക്ഷെ ആദ്യത്തെ കമ്പനി പേരുണ്ട്. അപ്പോൾ ഒരുവിധം കൊള്ളാവുന്ന മെറ്റീരിയൽ ആണല്ലോ. ഈ 70% താഴ്ത്തി ഇവരെങ്ങനെ കൊടുക്കുന്നു എന്നറിയാൻ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ടീമിന്, ക്യാമറ ഉൾപ്പെടെ 3 പേരെ തിരുവനന്തപുരത്ത് പാപ്പനംകോടുള്ള അവരുടെ ഷോറൂമില്, കേശവാസുരത്തുള്ള ഷോറൂമില്, അങ്ങനെ 3 ഷോറൂമിലേക്ക് വിട്ടു. ആളുകള്, കസ്റ്റമേഴ്സ് ആ കടയിൽ കയറുന്നതിന് മുൻപ് നമ്മുടെ പ്രതിനിധികൾ അവിടെ എത്തി. കടയിൽ അവരെ ആദ്യം കയറി. പക്ഷെ ഈ 70% ഡിസ്കൗണ്ട് പറഞ്ഞ ടെലിവിഷൻ ചോദിച്ചപ്പോഴേ അവര് പറയുന്നു അത് വിറ്റുപോയല്ലോ എന്ന്. അപ്പൊ നമ്മളല്ലേ ആദ്യം കടയിൽ വന്നത്. അപ്പൊ ക്യാമറ ഓടാണ്. ഈ ക്യാമറയിലാണ് ഒരു പ്രത്യേക, അയ്യോ അത് സാർ ഇപ്പൊ ഞങ്ങളാണല്ലോ ആദ്യം വരുന്നത്, പക്ഷെ ഞങ്ങൾക്ക് ഈ 70% അത് ആദ്യം വരുന്നവർക്കേ ഉള്ളൂ ആ സ്കീം. അപ്പൊ ഈ വേറെ ഏത് കടയിലുണ്ട്? അവര് എത്ര നോക്കിയിട്ടും 70% ഒരു ടെലിവിഷൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നമുക്ക് തരാൻ കഴിയുന്നില്ല ഒരു വശത്ത്. മറുവശത്ത്
ഈ ബ്രാൻഡ് ഇല്ലാതെ കൊടുത്തിരിക്കുന്ന 50% 60% ഒക്കെ സാധനങ്ങൾ നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത ഏതോ ബ്രാൻഡ് എവിടെ നിന്ന് ഇറക്കുമതി ചെയ്തത്. അപ്പോൾ പ്രമുഖ ബ്രാൻഡുകളുടെ ഒന്നും കാര്യമായി ഡിസ്കൗണ്ട്, അതിനൊക്കെ 10% 20% ഉള്ളൂ. ആളുകളെ എങ്ങനെയും കടയിൽ എത്തിക്കാം. പക്ഷെ ഇതിന് കുഴപ്പം എവിടെയാന്ന് വെച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്ന മൾട്ടി കളർ പരസ്യമാണ്. ഇതിനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായ ഒരു വാർത്ത എന്ന് നമ്മൾ കൊടുത്തിരുന്നു. വലിയ റെസ്പോൺസ് കിട്ടി. തൊട്ടടുത്ത ദിവസം ഈ പത്രസ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർ നമ്മളെ ബന്ധപ്പെട്ടു. ഈ വ്യവസായ സ്ഥാപനം വളരെ പരിഭ്രാന്തിയിലായി. കാരണം ആളുകൾ ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇത്തരം പരസ്യ തട്ടിപ്പുകൾ. എന്നിട്ട് പിന്നീട് ഏതെങ്കിലും തട്ടിപ്പിന്റെ പേര് പോലീസ് കേസെടുത്താൽ ഈ മാധ്യമങ്ങൾ അപ്പോഴേ കൈയൊഴിയും. അല്ല, ഇതിനകത്തെ രസം എന്താ വെച്ചാൽ നമ്മൾ ഈ ആട് മാൻസ്യം കാലം മുതൽ നമ്മളിത് കാണണം. ഈ ആട് മാൻസ്യത്തിന്റെ പരസ്യം അവരെ അറസ്റ്റ് ഈ തട്ടിപ്പ് പുറത്തു വന്ന് പിറ്റേ ദിവസം മുതൽ ആടിനെ പറ്റിയും മാൻസ്യത്തിനെ പറ്റിയും അതുപോലെ ബ്ലേഡ് കമ്പനികൾ പണ്ട് 1980s ബ്ലേഡ് കമ്പനികൾ തകർന്ന് ബ്ലേഡ് കമ്പനികളുടെ പരസ്യം ഇതുപോലെ ഫുൾ പേജ് പരസ്യമായിരുന്നു, ക്രെഡിറ്റിലായിരുന്നു ഈ പരസ്യങ്ങൾ. ആട് മാൻസ്യം തട്ടിപ്പ് പദ്ധതികളുടെ മുഴുവൻ പരസ്യം എല്ലാ പത്രങ്ങളിലും വളരെ ആ കാലത്ത് പത്രങ്ങളെ നിലനിർത്തിയത് പത്രസ്ഥാപനങ്ങളിലെ ജോലിക്കാരുടെ വീട്ടിൽ അരി വാങ്ങിക്കാനുള്ള പൈസ കൊടുത്തുകൊണ്ടിരുന്ന ഈ ആട് മാൻസ്യംകാരാണ്, അല്ലെങ്കിൽ ബ്ലേഡ് കമ്പനിക്കാരാണ്. ഈ ആട് മാൻസ്യം അല്ലെങ്കിൽ ബ്ലേഡ് തട്ടിപ്പുകൾ നടത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ഒരു സീരിയൽ തയ്യാറാക്കി വെക്കുക. ഇത് മുങ്ങുമെന്ന് ഇവർക്കറിയാം. പിറ്റേ ദിവസം മുതൽ ബ്ലേഡ് കമ്പനികളുടെ പിന്നാമ്പുറ കഥകൾ എന്ന് പറഞ്ഞ് 10 ദിവസത്തേക്ക് സീരിയലൈസ് ചെയ്തുകൊണ്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇവർക്ക് തന്നെ അറിയാം ഇത് പൊട്ടുന്ന ദിവസം കൃത്യമായി ഇത് അത്ര ദിവസം മുന്നോട്ട് പോവില്ല എന്നുള്ളത്. അത്രമാത്രം ഉത്തരവാദിത്ത ബോധമില്ലാതെയാണ് ഈ പത്രങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇത് വ്യവസായമാണ്, അതിന് ലാഭം വേണമെന്നൊക്കെ എല്ലാ വ്യവസായത്തിനും അതിൻ്റെതായ ധാർമ്മികതകളുമുണ്ട്. അപ്പം കോളേജ് അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഒരു കള്ളുഷാപ്പിലെ തൊഴിലാളി, രണ്ടുപേരും തൊഴിലാളിയാണ്, ഞാൻ തൊഴിലാളിയാണ് എന്ന് പറയുന്നത്, വൈദികൻ പുരോഹിതന്മാരെ ഏത് പുരോഹിതന്മാരാണെങ്കിലും അമ്പലത്തിലെ പോറ്റിയാണെങ്കിലും ഞാൻ തൊഴിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് എന്റെ ധാർമ്മികത. അത് കഴിഞ്ഞാൽ എനിക്ക് ധാർമ്മികതയില്ല. എനിക്ക് അമ്പലത്തിന്റെ മുറ്റത്ത് പള്ളിയുടെ മുറ്റത്ത് പുറത്തിറങ്ങി മദ്യം സർക്കാർ വിൽക്കുന്ന എനിക്ക് കുടിച്ച് പള്ളിയുടെ മുറ്റത്ത് നിൽക്കാം, അമ്പലത്തിന്റെ മുറ്റത്ത് നിൽക്കാം എന്നൊക്കെ പറയുന്നത് പോലെയാണ് പത്രപ്രവർത്തകൻ എന്ത് കൊള്ളരുതാത്ത തിന്മയാണെന്ന് അറിയാവുന്ന പരസ്യവും അറിഞ്ഞുകൊണ്ട് വാങ്ങിക്കുകയും അത് വെരിഫൈ ചെയ്യാതെ വാങ്ങിക്കുകയും അതിന് കാശ് വാങ്ങിക്കുകയും അതിനെ ബിസിനസ് എന്നതിന്റെ പേരിൽ ന്യായീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. ആ കാര്യം സംബന്ധിച്ച് ഒരു സംശയമില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് പത്രങ്ങൾ നിലനിൽക്കുന്ന മുഖ്യമായി ഈ ജുവലറി പരസ്യങ്ങൾ കൊണ്ടാണ്. പക്ഷെ ജുവലറിയുടെ പിന്നിലുള്ള തട്ടിപ്പ് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ സ്വർണ്ണവില വർദ്ധിച്ചു, ഇതൊക്കെ മാധ്യമങ്ങൾ വലിയ ആഘോഷിച്ച വാർത്ത കൊടുക്കുന്നത്. ഒരു ദിവസം ഇന്ന് 60,000 രൂപ ട്രംപ് വന്നതിന് പിന്നാലെ സ്വർണ്ണവില കുതിച്ചുയർന്നു. പക്ഷെ ഈ നേട്ടം ഒരു സാധാരണ ഉപഭോക്താവിന് കിട്ടുന്നില്ല. ഏകദേശം 24% പല ആഭരണങ്ങൾക്ക് അവർ പണിക്കൂലി ഇനത്തിൽ വാങ്ങുന്നു. ഇതിന്റെ ടാക്സ് ഇനത്തിൽ അവർ വാങ്ങിയെടുക്കുന്നു. മേക്കിംഗ് ചാർജസിന് പുറമെ മറ്റ് ഹിഡൻ ചാർജസ് ഉണ്ട്. ഈ സ്വർണം കൊണ്ടുപോയി തിരികെ കൊടുക്കുമ്പോൾ ഈ പണിക്കൂലി അപ്പോഴേ പോയി. പണി കുറവ്. ഇത് നമ്മളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അത് ഈ പത്രങ്ങളെ നിലനിർത്തുന്ന ചില ശക്തികളുണ്ട്. അവർക്ക് വേണ്ടി വാഴ്ത്തുപാട്ട് പാടുന്നവര് മാത്രമായി പത്രങ്ങൾ മാറിയിരിക്കുന്നു. ഉദാഹരണമായിട്ട് എല്ലാ പത്രത്തിനും ഇപ്പൊ മനോരമയ്ക്കാണെങ്കിലും മറ്റു മലയാളം പത്രങ്ങൾക്ക് തന്നെ ഒരു ആഴ്ചയിൽ ഒരു സാമ്പത്തിക ഒരു പേജ് ഉണ്ട്. നമുക്കറിയാം, ഒരു മിക്കവാറുമല്ല സാമ്പത്തിക വാർത്തകളെല്ലാം വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സാമ്പത്തിക വാർത്തകൾ ഇപ്പൊ ഞാൻ പറയാം, സ്വർണ്ണക്കടയിൽ ഏതാണ്ട് ഒരു 25%, 27%. ഞാൻ എന്നാൽ വളരെ ഒരു ചെറിയൊരു ആവശ്യം പോയി ഒരു കൊച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞത് സിംഗപ്പൂർ മോഡലാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സിംഗപ്പൂർ മേയ്ക്കാം. ഞാൻ സിംഗപ്പൂരിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണോ എന്ന് ചോദിച്ചു. അല്ല സാറേ, ഇത് ഈ പണിക്ക് ഞങ്ങൾ പറയുന്നത് സിംഗപ്പൂർ എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ ഡിഫറൻസ് മറ്റത്? അല്ല, ഇതിന് 27% പണിക്കുറ വരുമെന്ന്. 27% പണിക്കുറ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 1,00,000 രൂപയുടെ സാധനം വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 27,000 രൂപ അങ്ങ് പോവുകയാണ്. പണിക്കുറ മാത്രം. പിന്നെ പണിക്കൂലി, പിന്നീട് GST, ഇതെല്ലാം ടാക്സ് ഒക്കെ വേറെ വരുന്നുണ്ട്. ഇതെല്ലാം സ്വർണ്ണത്തിന്റെ ഒരു പകുതി പോയിരിക്കുകയാണ്. ഇതാണ് വന്നിരിക്കുന്നത്. അത് ഇങ്ങനെയുള്ള അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പണിക്കൂലിയും പണിക്കുറയും ഒക്കെ കൊടുക്കുന്ന ഒരു വലിയ പങ്ക് പത്രങ്ങൾക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള കഥകള് ഇപ്പം സ്വർണം ഒരു നിക്ഷേപം എന്ന നിലയിൽ വാങ്ങിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്വർണത്തിന്റെ 1 രൂപ പോലും 1,00,000 രൂപയ്ക്ക് 0.2% പോലും ചെലവില്ലാതെ നമുക്ക് ഗോൾഡ് ബോണ്ടുകൾ, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ വാങ്ങിക്കാൻ പറ്റും. ഇന്ന് വാങ്ങിച്ചത് നാളെ വിൽക്കാൻ പറ്റും. അത് ട്രേഡിംഗ് കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ അത് വന്നുകൊണ്ടിരിക്കും. ഈ സ്വർണ്ണ ഒരു നിക്ഷേപം എന്ന നിലയിൽ കാണുന്നവര്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഇപ്പം നിർത്തി സോവറിൻ ഗോൾഡ് ബോണ്ട് ഉണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന സോവറിൻ ഗോൾഡ് ബോണ്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്നില്ല. ആ ബോണ്ടിന് ഏതാണ്ട് 3%, 3.5% ഇൻട്രസ്റ്റ് കൂടെ കിട്ടുന്നുണ്ട്. ഗോൾഡിന്റെ വില കൂടിയത് കിട്ടുന്നു. ആ ബോണ്ട് സറണ്ടർ ചെയ്യാം, മാർക്കറ്റിൽ വിൽക്കാം. ഒരു 0.5% പോലും അതിന് ചെലവുണ്ടാവുന്നില്ല. അതിനകത്ത് GST ഇല്ല, പണിക്കൂലിയില്ല, പണിക്കുറയില്ല. ഇതൊക്കെ ബോധവാന്മാരാക്കാനുള്ള ഒരു കടമ കൂടി ഇവർക്കുണ്ട്. കാശ് കൊടുത്താണ് നമ്മൾ പണം കൊടുത്താണ് ആളുകൾ പത്രം വാങ്ങിക്കുന്നതെന്ന് ഓർക്കണം. ഇത് നോട്ടീസല്ല.
നമ്മൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, നമ്മൾ പണം കൊടുത്ത് കടക്കാരുടെ നോട്ടീസ് വാങ്ങിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. സ്വർണ്ണ മൊത്ത വിതരണക്കാരുടെ എനിക്കൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം എന്നോട് പറഞ്ഞു ഇതെല്ലാം ഈ മെഷീൻ മേക്കിംഗ് ആണ്, ചെറിയ ചാർജ് ഇതിന് വരുന്നുള്ളൂ, മിക്കവാറും ഇവർ ഈ ചാർജ് ഫ്രീ ആക്കിയാണ് സ്വർണ്ണക്കടക്കാർക്ക് കൊടുക്കുന്നത്. അതിനകത്ത് മറ്റൊരു രസമുള്ള ഒരു കാര്യമുണ്ടല്ലോ, ഇന്ന കടയിലെ മാറ്റ് കൂടുതലാണ്, മിറ്റ കടയിലെ മാറ്റ് കുറവാണ്. എല്ലാവരും പറയുന്നത് 110 വർഷത്തിന്റെ വിശ്വാസ്യത മുതലാണല്ലോ പറയുന്നത്. ഈ കട തുടങ്ങിയിട്ട് 25 വർഷമായവരും പറയുന്നത് ഞങ്ങൾ 7ാമത്തെ തലമുറ എന്നാണ്. ബോബി മണ്ണൂർ ഉൾപ്പെടെ പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ട്, അതിന് മുമ്പിലത്തെ നൂറ്റാണ്ടിനും കഥകളാണ് പറയുന്നത്. അത് നമുക്കറിയാം. അപ്പൊ ഈ അതേ സമയം ഇപ്പൊ നമ്മൾ ബേക്കറി പോലെയാണ്. പണ്ട് ബേക്കറി എന്ന് പറഞ്ഞാൽ ബേക്കറിക്കാരന് സ്വന്തമായിട്ട് ബോർമി ഉണ്ടായിരുന്നു, അവിടെ സാധനം ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം ബേക്കറി എന്ന് പറയുന്നത് മറ്റുള്ളവർ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലം. അത് മാത്രമാണ് സ്വർണ്ണക്കടകളല്ല. സ്വർണ്ണക്കടകളിൽ എല്ലാ സാധനങ്ങളും, ഒരു 90% സാധനങ്ങളും ഇവർക്ക് സപ്ലൈ ചെയ്യുകയാണ്. ഓരോ സ്വർണ്ണക്കടയിലും വെച്ചിരിക്കുന്ന സാധനവും അടുത്ത സ്വർണ്ണക്കടയിൽ വെച്ചിരിക്കുന്ന സാധനവും സപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാം ഒരാളാണ്. ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് നമ്മൾ ഏത് കടയിൽ നിന്ന് വാങ്ങിച്ചാലും ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ഈ മാധ്യമങ്ങള് പലതും ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. അവർക്ക് താല്പര്യമുള്ള മേഖലകൾ അവർ ചില ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് അതിന് കൊഴുപ്പ് കൂട്ടി അവരും പരസ്യ വരുമാനം ഉണ്ടാക്കുന്നു. അതല്ലേ? അല്ല, ഇപ്പൊ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൂടി വയ്ക്കേണ്ട കാര്യങ്ങൾ മൂടി വയ്ക്കുന്നതിനും വെളിവാക്കേണ്ട കാര്യങ്ങൾ വെളിവാക്കുന്നതിനും വളരെ സെലക്റ്റീവാണ്. അതാണ് അതിനകത്ത് ഇതൊരു പെയ്ഡ് ജേർണലിസം തന്നെയാണ്, വേറെ ഒന്നുമല്ല അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ചരിത്രപരമായി ഒരു പത്രത്തിൽ നിന്ന്, നമ്മൾ ഫോർത്ത് എസ്റ്റേറ്റിൽ നിന്നും ജനാധിപത്യത്തിന്റെ 4ാം തൂണെന്നും ഒക്കെ മഹത്തായ വാക്കുകൾ നമ്മൾ പറയും. പത്രസ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വാക്കുകൾ നമ്മൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും പത്രങ്ങള് ഇന്ന് അതിന്റെ നമ്മൾ സമൂഹം പ്രതീക്ഷിക്കുന്ന, അല്ല ചരിത്രപരമായി നമ്മൾ പത്രത്തെ സംബന്ധിച്ച് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യവും ചരിത്രപരമായി ഇന്നത്തെ അവസ്ഥയിൽ പത്രം നിറവേറ്റുന്നില്ല. പത്രം മറ്റെല്ലാ ബിസിനസ്സുകളെക്കാൾ താഴ്ന്ന ഒരു 3ാം കട വ്യവസായമായി മാറിയിരിക്കുന്നു. പക്ഷേ നമ്മള് ഈ രാഷ്ട്രീയ പാർട്ടികൾ മുദ്രാവാക്യം വിളിക്കുന്ന കാലം എല്ലാത്തിനും പ്രതികാരം ചെയ്യും എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുന്ന പോലെ ഇതല്ലേ കാലത്തിന്റെ ചുവരെഴുത്ത് മനസ്സിലാക്കുന്നതിൽ പത്രം ഭയങ്കരമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു. പത്രങ്ങൾക്ക് ഈ രീതിയിൽ പിടിച്ചു വെക്കാൻ ഇപ്പൊ നമുക്ക് ഇന്ത്യയിലെ വ്യവസായവും കച്ചവടവും പത്രവുമായിട്ട് ഏറ്റവും കൂട്ടിക്കൊഴിച്ച് ചെയ്തിട്ടുള്ള ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പ് ബെനറ്റ് ആൻഡ് കോൾമാൻ കമ്പനിയാണ്. അവരുടെ ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നത് അവർക്ക് ഒരു 10,000 കോടി രൂപയ്ക്ക് മുകളിൽ ഇന്ത്യയിൽ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളിലുണ്ട്. അതിനെ അവർക്ക് നിക്ഷേപിച്ചിരിക്കുന്നവയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് റിപ്പോർട്ടുകൾ കൊടുക്കുകയും, പക്ഷെ എന്ത് ചെയ്തു, ഏതാണ്ട് എനിക്ക് തോന്നുന്നത് എന്റെ ലേറ്റസ്റ്റ് ഇതനുസരിച്ച് 10-40 എഡിഷൻസ് എങ്കിലും അവർ ക്ലോസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു. എക്കണോമിക് ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പ് അതിന്റെ ഹിന്ദി വെർഷൻസ് ഓരോ ദിവസവും ഓരോ യൂണിറ്റുകൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പത്രങ്ങൾ അത് ക്ലോസ് ചെയ്യുന്ന ദിവസങ്ങൾ അധികമൊന്നുമില്ല. പക്ഷെ അത് സമൂഹത്തെ സംബന്ധിച്ച് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. പത്രങ്ങൾക്ക് അതിൻ്റെതായ ഒരു ധർമ്മമുണ്ട്, ആ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു, അതിൽ നിലവ്. ഏതായാലും ഇന്നലെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് ദേശാഭിമാനിയാണ്. ഇത്ര മനോഹരമായിട്ട് ദേശാഭിമാനി ഏതായാലും പരസ്യമായിട്ട് പറഞ്ഞില്ല, ചാനലുകളിലൊന്നും ദേശാഭിമാനിയുടെ ആളുകളൊന്നും വന്ന് പറഞ്ഞില്ല. പക്ഷെ വാഴ്ത്തുപാട്ടുകാര് കൈരളിയിൽ വന്നു. കൈരളി ഞാൻ കണ്ടില്ല, കൈരളി കണ്ടില്ല. പക്ഷെ രസം എന്താന്ന് ചോദിച്ചാൽ ഇന്നലെ വൈകിട്ട് തന്നെ ഇന്നും ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടർ തന്നെ അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ദേശാഭിമാനിയിലെന്ന്. ഇന്നലത്തെ ദേശാഭിമാനി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ ഫ്രണ്ട് പേജിൽ വേറൊരു പരസ്യം ഉണ്ടായിരുന്നു. ആ പരസ്യത്തുകാരനോട് നേരത്തെ കാശ് വാങ്ങിച്ചുകൊണ്ട് മാറ്റി ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, അത് നാളത്തേക്കാണ് വെച്ചിരിക്കുന്നത്, നാളെ അവർക്ക് ദേശാഭിമാനി. പക്ഷെ ഇനി നാളെ ദേശാഭിമാനി ഇനി ഇടുവെന്ന് തോന്നുന്നില്ല. അപ്പം കണ്ടോ, ഞങ്ങൾ മാത്രം ഈ മുതലാളി തട്ടിപ്പിൽ കൂട്ടുവന്നില്ല. കേരളത്തിലെ മുഴുവൻ പത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ആഘോഷമായിരുന്നു, വാഴ്ത്തുപാട്ടുകാരുടെ ആഘോഷമായിരുന്നു. പക്ഷേ അതിന്റെ എത്ര ഫ്ലൂക്കിലാണെങ്കിലും ഒരു ദിവസത്തേക്ക് ദേശാഭിമാനി തലയുയർത്തി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ എല്ലാവരുടെയും മുകളില്. ഈ തത്തീരിലാണ്, നമ്മൾ അറിയുമല്ലോ മലയാളം, തത്തീരിലാണ് ഗുണം കൂടിയെന്ന് പറഞ്ഞാൽ അവന് സ്ഥലം കിട്ടാത്തത് കൊണ്ട് ഇതിലെ പരസ്യം കൊടുക്കാൻ പറ്റാത്തതാണ്. പക്ഷെ ഞങ്ങൾ മാത്രം വേറിട്ടൊരു പത്രം എന്നുള്ളത് ഒരു ദിവസത്തേക്ക് പറഞ്ഞു നിൽക്കാൻ ഏതായാലും കഴിഞ്ഞു എന്നുള്ള ദേശാഭിമാനിക്ക് അഭിമാനിക്കാം. ഏതായാലും കേരളത്തിലെ മാധ്യമരംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മോശമായ ദിവസങ്ങൾ ഇല്ല. പക്ഷെ ഇത് മാധ്യമരംഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയുടെ ദിവസങ്ങളാണ് മുന്നോട്ട് വരാൻ പോകുന്നത്. മൊത്തത്തിൽ പ്രതിസന്ധിയുണ്ട്. പക്ഷെ ആ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്ന ഒരു നടപടിയാണെന്ന് വന്നെ ഇന്നലെ നടന്ന നെഗറ്റീവ് പബ്ലിസിറ്റി ജെയിൻ യൂണിവേഴ്സിറ്റി ഉള്ളിൽ കരുതുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ, പുറത്ത് കാണിക്കുന്ന പോലെ ജെയിൻ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പരസ്യദാതാവിനെ സംബന്ധിച്ചും പത്രത്തെ സംബന്ധിച്ചും വായനക്കാരെ സംബന്ധിച്ചും ഒരുപോലെ നഷ്ടങ്ങൾ മാത്രമുണ്ടാക്കിയ ഒരു ദിവസമാണ് ഇന്നലെ എന്നുള്ളതാണ്.
വ്യാജ വാർത്തകൾക്കെതിരെ സൂക്ഷിക്കുക എന്ന പേരിൽ നേരത്തെ ഈ പത്രങ്ങൾ തന്നെ ഒരു വലിയ സീരീസ് ഓഫ് പരസ്യം നൽകിയിരുന്നു. അവര് തന്നെ തലേ ദിവസം 2 ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. പ്രിന്റഡ് മീഡിയ മാത്രമാണ് ശരി 70 വിശ്വസിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റത്തെ അവര് പ്രതിരോധിക്കാനും ആക്രമിക്കാനും കരുതിക്കൂട്ടിയാണ് ഈ വ്യാജ കഥയൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും എല്ലാം തിരിച്ചുകൊണ്ടിരിക്കുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ജനത്തിന്റെ പരിഹാസം ഒടുങ്ങുന്നില്ല. സാധാരണഗതിയിൽ മുഖ്യധാരാ മാധ്യമങ്ങളോ മറ്റു മാധ്യമങ്ങളോ ഒന്നും അത്രയേറെ വിമർശിക്കുന്ന തരത്തിൽ നമ്മൾ വാർത്തകൾ വളരെ കുറച്ചേ ചെയ്യാറുള്ളൂ. പക്ഷെ ഇത് വിമർശിക്കാതിരിക്കാൻ കഴിയില്ല, പരിഹസിക്കാതിരിക്കാൻ കഴിയില്ല. അല്ല, ഇത് കേരളത്തിലെ പ്രിന്റ് മീഡിയയുടെ ആത്മഹത്യയായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മതി. തീർച്ചയായിട്ടും. വളരെ നന്ദി പ്രൊഫസർ ജോസ് പാമ്പയ്ക്കൻ. നമസ്കാരം.